എല്ലാവർക്കും സുഖം തന്നെയാണോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ യൂട്യൂബ് ചെയ്യുന്നത് ഒരുപാട് ആൾ പോസിറ്റീവുണ്ട്, ഒരുപാട് ആൾ നെഗറ്റീവുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ യൂട്യൂബിനെ പറ്റിയോ സോഷ്യൽ മീഡിയനെ പറ്റിയോ അറിയാത്ത ആൾക്കാരാണ് ഇങ്ങനെ ഇതിനെപ്പറ്റി നെഗറ്റീവായിട്ട് സംസാരിക്കുക. എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ യൂട്യൂബിൽ ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആൾക്കാരിലേക്ക് നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും. ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്. പിന്നെ അത് നല്ലൊരു കാര്യമാണ്, എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു കാര്യമാണ്. കാരണം നമ്മുടെ അവിടെ ഒരു നെഗറ്റീവ് നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു സ്ഥലമാണ്. പക്ഷേങ്കിലും അത് ചെറിയ കുട്ടികളാണെങ്കിലും ഒക്കെ ചെറിയ കുട്ടികൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് നല്ല കാര്യമാണ്. നിങ്ങളൊക്കെ അഭിപ്രായം എന്താണ്? നല്ലതല്ലേ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത്? പിന്നെ അതിൽ ഒരുപാട് നെഗറ്റീവ് ആൾക്കാരുണ്ട്. എനിക്ക് പറയാനുള്ളത്, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ 2 ദിവസം ആൾക്കാർ പറയും ഓള് മരിച്ചല്ലേ, ഓളിങ്ങനെ. അപ്പോൾ നമ്മളെ കൊണ്ട് ഇതുവരെ ചിലപ്പോൾ നമ്മൾ ചെടി കേട്ടിട്ടുണ്ടാവില്ല നല്ലത് അവർ പറയുന്നത്. ഓലങ്ങനെ ഓലിങ്ങനെ ഓളിങ്ങനെ മറ്റേതാന്ന് പറയുള്ളൂ. നല്ലതാനും പറയാമെങ്കിൽ നമ്മളെ മനസ്സിലാക്കിയവർ മാത്രമേ പറയുള്ളൂ. അതുള്ളവ ഉണ്ടാവുള്ളൂ നമ്മളെ മനസ്സിലാക്കിയ ആൾക്കാർ. കുറച്ച് ആൾക്കാരുണ്ടാവും, പിന്നെ നമ്മളെ ഫാമിലിയിലുണ്ടാവും. പക്ഷെ പുറത്തുള്ളവർ ഉണ്ടാവുമായിരിക്കും, കുറച്ച് ആൾക്കാരുണ്ടായിരിക്കും. പക്ഷേങ്കിൽ നമ്മളെ മനസ്സിലാക്കാത്തവരൊരിക്കലും, നമ്മൾ നെഗറ്റീവ് പറയുന്ന ആൾ നമ്മൾ മരിച്ചാൽ പറയും അവർ നല്ലതാണ്. പക്ഷേ 2 ദിവസം പറയും, 3-ാമത്തെ ദിവസം ആരുണ്ടാവും. നമ്മളെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ മറക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജീവിക്കുന്നിടത്തോളം നമുക്ക് എന്തെല്ലാം കഴിയുന്നു, അതൊക്കെ നമ്മൾ ചെയ്യുക. അതെല്ലാം നല്ലത്. തെറ്റായ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യതല്ല. പിന്നെ നമ്മളൊന്ന് പറഞ്ഞാൽ എല്ലാവരും, ഞാനെന്നല്ല എല്ലാവരും കൊണ്ടാണ് പറയുന്നത്. പിന്നെ നമ്മളെ വിഷമങ്ങളെല്ലാം നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമില്ല? ഒരു കാര്യമില്ല. നമ്മളൊന്നും പറഞ്ഞെല്ലാം പഠിച്ചവരോട് പറയാം, ദൈവത്തോട് പറയല്ലാണ്ട് മറ്റാരോടും പറഞ്ഞിട്ടൊരു കാര്യമില്ല. അതിന് വേണ്ടി 2 എണ്ണം കൂട്ടിച്ചേർത്തിട്ട് കശപിശാക്കാൻ നോക്കുന്ന ആൾക്കാരേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ആരും നമുക്ക് നമ്മൾ ഇരുന്ന് കരയുന്ന സമയത്ത്, എനിക്ക് പറയാനുള്ള, ഇരുന്ന് നമ്മൾ കരയുന്ന സമയത്ത് ഒരു കുട്ടിയും നമ്മളെ മുമ്പിലുണ്ടാവില്ല. അതാണ്. പിന്നെ ആരെങ്കിലും ഉണ്ടാവില്ല. നമ്മൾ ഇരുന്ന് കരയുമ്പോൾ ഒരു കുട്ടി നമ്മളൊക്കെ ഉണ്ടാവില്ല. നമ്മൾ മാത്രമേ ഉണ്ടാവും. പിന്നെ നമ്മളെ മാതാപിതാക്കളുണ്ടാവുമായിരിക്കും, നമ്മളെ മനസ്സിലാക്കിയ നമ്മളെ മാതാപിതാക്കളുണ്ടാവുമായിരിക്കും. നമ്മളെ മനസ്സിലാക്കിയ ആൾക്കാരുണ്ടാവും, അല്ലാത്ത വേറെ ആരും ഉണ്ടാവില്ല. നമ്മളെ കൂടിപ്പിറപ്പുകളാണ് നമ്മളെ മനസ്സിലാക്കിയവർ നമ്മളൊക്കെ ഉണ്ടാവും. അല്ലാത്തവരൊന്നും നമ്മളെ മനസ്സിലാക്കിയ നമ്മളെ കൂടിപ്പിറപ്പുകളോ നമ്മളെ മക്കളോ ആരെങ്കിലും നമ്മളൊക്കെ ഉണ്ടാവും. അല്ലാണ്ട് നമ്മളെ കൂടത്തിൽ നമ്മളൊന്ന് കണ്ട് ചിരിച്ച് സംസാരിച്ച് ക്കുന്നവർ, നമ്മളറിയാത്തവരൊന്നും നമ്മളെപ്പറ്റി എന്താണെന്ന് അവർക്ക് അറിയാൻ പറ്റില്ല. അങ്ങനത്തെ ആൾക്കാർ നമ്മളെപ്പറ്റി നെഗറ്റീവേ പറയുള്ളൂ, പോസിറ്റീവ് ആരും പറയില്ല. അതുകൊണ്ട് നമ്മളൊരു വീഡിയോ ഇടുന്നത് നമ്മളെ ജീവിതത്തിൽ നമ്മൾ എത്ര കാലം ജീവിക്കുള്ളൂ, ഇല്ലേ? ജീവിച്ചാലും ഇത്ര കാലമൊന്നുമില്ല ജീവിക്കാൻ. നമ്മൾ വീഡിയോ ഇടുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യം നമ്മൾ ചെയ്യുന്നത് നല്ലതല്ലേ. എനിക്കിഷ്ടമാണ് വീഡിയോ ഇടാൻ, യൂട്യൂബിൽ വർക്ക് ചെയ്യാനും ആൾക്കാരുമായിട്ടുള്ള സമ്പർക്കമെല്ലാം നല്ല ഇഷ്ടമുള്ള ആളാണ് ഞാൻ പണ്ട് ചെറുതിലേ അങ്ങനെയാണത്. അങ്ങനത്തെ ഒരു ക്യാരക്ടറുള്ളൊരു വ്യക്തിയാണ് ഞാൻ. എനിക്കത് ചെയ്യാൻ പറ്റൂ എന്നറിഞ്ഞുകൊണ്ടാണ്, എനിക്കെന്നെ അറിയാം എനിക്കത് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ പിന്നെ യൂട്യൂബിൽ വന്നത്. എനിക്കത് ചെയ്യാൻ പറ്റാത്ത കാര്യത്തിൽ ഞാൻ നോക്കില്ല. ഇങ്ങനെയൊക്കെയാണുള്ള അവസ്ഥകൾ. എല്ലാവർക്കും നല്ലത് വരട്ടെ, അല്ലേ? യൂട്യൂബിൽ എല്ലാവർക്കും നല്ലത്, എല്ലാവർക്കും നല്ലത്.
എനിക്ക് എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം. കാരണം നിങ്ങളെ സപ്പോർട്ടാണ് ഇത്. ഞാനൊരു പാവാണ്. ഞാൻ നിങ്ങൾ വിചാരിച്ച പോലെ അത്ര മോശമാണ്. ഞാൻ സ്നേഹിച്ച എൻ്റെ ജീവൻ വേണ്ടിയിട്ട് ഞാൻ കൊടുക്കാൻ എനിക്കൊരു വ്യക്തിയാണ് ഞാൻ. പിന്നെ എൻ്റെ വിഷമങ്ങളൊന്നും നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളുടെ വിഷമങ്ങൾ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കുക അല്ലേ? എല്ലാ കാര്യത്തിലും പരസ്പരം പ്രാർത്ഥിക്കുക. തവക്കൽത്തു അലല്ലാ, മുസ്ലിങ്ങൾ പറയാ തവക്കൽത്തു അലല്ലാ. പിന്നെ വേറുള്ള മതത്തിലെന്തെന്നാ പറയുന്നത് എനിക്ക് അത് ഞാൻ പഠിച്ചിട്ടില്ല. എന്നാൽ എല്ലാ മതക്കാരും എനിക്ക് ഒരേ രീതിയാണ്. ഞാൻ എല്ലാ മതത്തോടും ഒരേപടിയാണ് ജീവിച്ചതും. അങ്ങനെ ഞാൻ ചെറുതിലേ ജീവിച്ചതും എല്ലാ മതത്തിലും നല്ല സമ്പർക്കമാണ്. പിന്നെ അങ്ങനെയൊക്കെ ജീവിച്ചൊരു വ്യക്തിയാണ്. അങ്ങനെ ഒരു ഞാൻ ഇപ്പോഴത്തെ കാലമല്ലോ ഒരു ജാതി ആൾക്കാരില്ല, ഒരു ഇവിടെ കെട്ടി വീട്ടിനുള്ളിൽ ജാതി എന്നല്ല പറയുന്നത്. കുറച്ച് പൈസ എല്ലാം വന്നു കഴിഞ്ഞാൽ പൈസ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും കുറേ പിന്നെ കിടങ്ങിലെത്തിയെങ്കിലും കിടങ്ങിനുള്ളിൽ വീട്ടിനുള്ളിൽ അടച്ചുറച്ച് ജീവിക്കുന്ന ആൾക്കാർ. പക്ഷെ അതിൽപ്പെട്ടതല്ല ഞാൻ. എനിക്കത് ഇഷ്ടമല്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെ ആയതുകൊണ്ട് നമ്മളെ വീട്ടിനുള്ളിൽ പൊതുവിക്കറിയാതൊരു രക്ഷയില്ല. പിന്നെ ഞാൻ ചെറുതിലെല്ലാം പാറിപ്പറഞ്ഞായിരുന്നു. പക്ഷെ ഇന്ന് പാറിപ്പറഞ്ഞാണെന്നാണ് നമ്മളെ ഞാൻ ചില വീട്ടിലെല്ലാം അടുത്തുള്ള വീട്ടിലെല്ലാം പോകുന്നുണ്ട്. പക്ഷേ എങ്കിലും അടുത്ത വീട് അങ്ങനെ പോകുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പോഴത്തെ കാലത്തിൻ്റെ പോക്ക് അങ്ങനെയല്ല. എല്ലാം കണ്ണുകളും നെഗറ്റീവായിട്ടല്ല കാണുന്നത്, പോസിറ്റീവായി കാണുന്നില്ല. അപ്പം ആരുമായിട്ടും വെറുപ്പൊന്നുമില്ല, ഒരാളുമായിട്ടൊരു വെറുപ്പില്ല. പക്ഷെങ്കിൽ പണ്ടത്തെ കാലത്തെ ആ പോസിറ്റീവ് എനർജി ഇന്ന് കിട്ടുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം ആളുകളായിട്ട് സമ്പർക്കങ്ങൾ കുറവാണ്. ഉണ്ട്, അടുത്തടുത്തെല്ലാം അയൽവാസികളായിട്ടെല്ലാം ഉണ്ട്. പക്ഷേ പണ്ടെന്ന് വെച്ചാൽ നമ്മളൊരു വീട് പോലെയാണ്. കുറേ വീട്ടുകാർ ആൾക്കാരെല്ലാം നോക്കല് എന്താണെന്നില്ല. അങ്ങനൊരു വിഷമങ്ങളുണ്ട്. അങ്ങനെയായാലും നമ്മൾ മരിച്ചാൽ നമ്മൾ കവറിലൊക്കെ കിടക്കണ്ടേ. അപ്പം എൻ്റെ വീട്ടിൽ കുറേ ആൾക്കാരുള്ള വീടാണ്. ഇത് കുറേ പറയണ്ടേ നിങ്ങളോട്. അതിന് ഞാൻ വേറെ വീഡിയോ പറയാം. അതുകൊണ്ട് എനിക്കൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മളെപ്പോൾ ഒറ്റയ്ക്ക് തന്നെയല്ലേ, ആരുണ്ടായാലും എത്ര ആളുണ്ടായാലും നമ്മൾ ഒറ്റയ്ക്കില്ല. അതതന്നെയാണ് അല്ലേ, നമ്മൾ മരിച്ചാൽ. ഓക്കെ, ഹായ്.